വഖഫ് ഭേദഗതി ബില്ല് പാസാക്കി പാർലമെന്റ്. ലോക്സഭയ്ക്ക് പിന്നാലെ 95-നെതിരെ 128 വോട്ടുകൾക്ക് ബിൽ രാജ്യസഭയും പാസാക്കി. 12 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെ 1:10 രാജ്യസഭയിൽ വോട്ടെടുപ്പ് നടത്തിയത്. പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികൾ ശബ്ദ വോട്ടോടെ തള്ളി. 14 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും ഒടുവിൽ വ്യാഴാഴ്ച പുലർച്ചെ 1:56 ബിൽ ലോക്സഭ പാസാക്കിയത്. Ayes 128. Noes 95. Abstention 0. The bill is passed. അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 95 പേർ മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്തത്. 12 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം അർദ്ധരാത്രി 2:30 ബിൽ പാസ്സായത്. ക്രൈസ്തവ സംഘടനകളുടെ ആഹ്വാനം തള്ളിയ കേരളത്തിലെ UDF LDF എംപിമാർ ബില്ലിനെ എതിർത്തു. കേരളത്തിൽ നിന്നുള്ള എംപിമാർ അവതരിപ്പിച്ച ഭേദഗതികൾ ശബ്ദ വോട്ടിനിട്ട് തള്ളി. ബുധനാഴ്ച ലോക്സഭയിൽ 233-നെതിരെ 288 അംഗങ്ങളുടെ പിന്തുണയിൽ ബിൽ പാസ്സായിരുന്നു. വഖഫ് ബില്ലിനെ പിന്തുണച്ച എല്ലാ എംപിമാർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തി. അതീവ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന പസ്പന്ത മുസ്ലിങ്ങളുടെയും മുസ്ലിം സ്ത്രീകളുടെയും അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാണ് പുതിയ വഖഫ് നിയമമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അതേസമയം വഖഫ് ട്രൈബ്യൂണൽ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം എന്ന വ്യവസ്ഥയെ പിന്തുണച്ച കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പക്ഷേ ബില്ലിനെ എതിർത്താണ് വോട്ട് ചെയ്തത്. ചില വ്യവസ്ഥകൾ നമ്മൾ അനുകൂലിച്ചിട്ടുണ്ട്, ചില വ്യവസ്ഥകൾ നമ്മൾ എതിർത്തിട്ടുണ്ട്. ഈ അനുകൂലിച്ചു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഭവങ്ങൾക്കും അത് നീതി വ്യവസ്ഥയെ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുവാൻ തീർച്ചയായിട്ടും അവസരം ഉണ്ടാകണം. ആ ഭാഗമാണ് മാത്രമാണ് നമ്മൾക്ക് അതിനുവേണ്ടി അനുകൂലിച്ചത്. YSR കോൺഗ്രസും AIADMKയും ബില്ലിനെ എതിർത്തപ്പോൾ ആദ്യം എതിർപ്പറിയിച്ച ഒഡീഷയിലെ ബിജു ജനതാദൾ ഒടുവിൽ വഖഫ് ബില്ലിനെ പിന്തുണച്ചു. ജനം, ഡൽഹി.